പൗരോഹിത്യ ബ്രഹ്മചര്യം സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള ക്രിസ്തുവിന്റെ സമ്മാനമാണെന്ന് ബിഷപ്പുമാർക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ മാർക്ക് ഔലറ്റ് 2022 ഫെബ്രുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്ത പൗരോഹിത്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ദൈവശാസ്ത്രമെന്ന സിംബോസിയത്തെക്കുറിച്ച് TGCOM24 എന്ന ഇറ്റാലിയൻ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയായിരുന്നു അദ്ദേഹം. പൗരോഹിത്യ ബ്രഹ്മചര്യത്തിൽ വിട്ടുവീഴ്ചകൾ തേടുന്നത് ശുഭസൂചകമല്ലെന്നും കർദിനാൾ വ്യക്തമാക്കി. വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യവും കർത്താവിന്റെ ശ്രേഷ്ഠദാനവുമാണ് പൗരോഹിത്യ ബ്രഹ്മചര്യം എന്ന് ഓർമ്മിപ്പിച്ച കർദിനാൾ മാർക്ക് ഔലറ്റ് പൗരോഹിത്യ ബ്രഹ്മചര്യത്തെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയും വിലമതിക്കുകയുമാണ് വേണ്ടതെന്നും പറഞ്ഞു. ബ്രഹ്മചര്യം എന്നത് ഒരു പുരോഹിതന് ലഭിച്ച ദൈവവിളിയുടെ സാക്ഷ്യമാണ്. അത് ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പിന്തുടർച്ചയാണ്. ഈ സവിശേഷമായ ദൈവവിളിയിൽ നിലനിന്നു പോകാൻ ദൈവകൃപയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പൗരോഹിത്യ ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയവേ കർദിനാൾ വ്യക്തമാക്കി. പൗരോഹിത്യ ബ്രഹ്മചര്യത്തിനെതിരായ വ്യതിയാന ചിന്തകളും വൈദിക ബ്രഹ്മചര്യത്തിൽ വിട്ടുവീഴ്ചകൾ നിർദ്ദേശിക്കുന്ന പുരോഗമനവാദങ്ങളും ശുഭസൂചകമല്ലെന്ന് കർദിനാൾ വിലയിരുത്തി. അത്തരം ആധുനിക ചിന്താഗതികൾ സ്നേഹരാഹിത്യത്തിൽ നിന്നും വിശ്വാസരാഹിത്യത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണെന്നും അതിനാൽ തന്നെ ഉപേക്ഷിക്കപ്പെടേണ്ടവയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം ഇക്കാര്യത്തിൽ സഭ പിളർപ്പിന്റെ വാക്കിലല്ലേ എന്ന ചോദ്യത്തിന് ദൈവം നമ്മെ പിളർപ്പിൽ നിന്നും രക്ഷിക്കുമെന്നായിരുന്നു കർദിനാളിന്റെ മറുപടി. പൗരോഹിത്യ ബ്രഹ്മചര്യവുമായി സംബന്ധിച്ച പുതിയ തീരുമാനങ്ങൾ എപ്പോഴും സഭയുടെ പാരമ്പര്യങ്ങൾക്കും വിശ്വാസത്തിനും ദൈവവചനത്തിനും അനുസരിച്ചായിരിക്കും എന്നും അത് സഭയുടെ ഭാവിക്ക് വിള്ളലേൽപ്പിക്കുന്ന വിധത്തിലായിരിക്കുകയില്ല എന്നും കർദിനാൾ ഔലറ്റ് കൂട്ടിച്ചേർത്തു. ഇത്തരം വിഷയങ്ങളിൽ സഭയുടെ ഔദ്യോഗിക നിലപാടുകളെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത് എന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെയ്ക്ന ന്യൂസ്.